ശ്രീനിവാസൻ വധക്കേസ് പ്രതി മുഹമ്മദ് അലിക്ക് ഒളിത്താവളങ്ങൾ ഒരുക്കിയവരിലേക്ക് അന്വേഷണം എത്തുകയാണ്. പ്രതിക്ക് നാട്ടിലും വിദേശത്തും 4 വർഷത്തോളം സുരക്ഷിത താവളങ്ങളും സാമ്പത്തിക സഹായങ്ങളും ലഭിച്ചിട്ടുണ്ട്. മുഹമ്മദ് അലിക്കായി ദേശീയ അന്വേഷണ ഏജൻസി ഈ ആഴ്ച കസ്റ്റഡി അപേക്ഷ നൽകും. ജിജീഷ് കരുണാകരൻ ഒരിക്കൽ കൂടി ചേരുകയാണ്. ജിജീഷ്, ഈ ശ്രീനിവാസൻ വധക്കേസ് എന്ന് പറയുമ്പോൾ ഇസ്ലാമിക ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഹിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കി കേരളത്തിൽ നടത്തിയ കൊലപാതകങ്ങളിലൊന്നാണ്. ദേശീയ അന്വേഷണ ഏജൻസിയുടെ അന്വേഷണത്തിലാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യപ്രതി പിടിയിലാകുന്ന വേളയിൽ ഇയാൾക്ക് ഒളിത്താവളങ്ങളും മറ്റും ഈ മുഹമ്മദ് അലിക്ക് ഒരുക്കിയവർ അവരിലേക്ക് കൂടി ദേശീയ അന്വേഷണ ഏജൻസി എത്തുകയാണല്ലേ? അങ്ങനെ വേണ്ട മനസ്സിലാക്കാൻ. ഗൗതം, അത്തരത്തിൽ തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കൃത്യമായ ഒളിത്താവളങ്ങൾ ഓരോ ഘട്ടത്തിലും ഈ ആളുകൾക്ക് ലഭിക്കുന്നുണ്ട്. PFI ഭീകരവാദികൾക്ക് അത് സംസ്ഥാനത്താണെങ്കിലും ഇവിടെ നിന്ന് രാജ്യം വിടുന്ന ഘട്ടത്തിൽ പോലും അവിടെയാണെങ്കിലും എല്ലാം തന്നെ കൃത്യമായ ഒളിത്താവളങ്ങൾ ഒരുക്കപ്പെടുന്നു. സാമ്പത്തിക സഹായങ്ങൾ, ഫണ്ടുകൾ കൃത്യമായി എത്തുന്നു. ഇതെല്ലാം തന്നെ വിദേശ മലയാളികളിൽ ചില ആളുകൾ അടക്കം ഈ ഭീകരവാദികൾക്ക് ഒത്താശ ചെയ്തു വരുന്നു എന്നത് ഈ അടുത്ത കാലത്ത് പുറത്തു വന്ന വിവരം മാത്രമല്ല, കാലങ്ങളായി തന്നെ ഉള്ളതാണ്. അങ്ങനെയാണ് ഈ മുഹമ്മദ് അലിയും സംരക്ഷിക്കപ്പെടുന്നത്. ഇയാൾ ഇവിടെ കൃത്യം നടത്തിയ ശേഷം ശ്രീനിവാസൻ, RSS പ്രവർത്തകൻ, പാലക്കാട്ടെ RSS പ്രവർത്തകൻ ശ്രീനിവാസനെ കൊലപ്പെടുത്തിയ ശേഷം ആ സംഭവത്തിന് ശേഷം കടന്നു കളയുന്നത് സൗദി അറേബ്യയിലേക്കാണ്. അതിന് കുറച്ച് ദിവസങ്ങൾ കേരളത്തിൽ ഒളിത്താവളം ലഭിച്ചു. അതിനുശേഷം സൗദി അറേബ്യയിലേക്ക് പോകുന്നു. ഏതാണ്ട് 4 വർഷത്തോളം, 2022 ഈ സംഭവം നടക്കുന്നത്, കൊലപാതകം നടക്കുന്നത്. ഏതാണ്ട് 4 വർഷത്തോളം സൗദി അറേബ്യയിൽ തങ്ങി ഏറ്റവും ഒടുവിൽ അന്വേഷണ സംഘം ലുക്കൌട്ട് സർക്കുലറും റെഡ് കോർണർ നോട്ടീസും എല്ലാം പുറപ്പെടുവിച്ച് അവിടെ പിടിയിലാകുന്നത് വരെയും കൃത്യമായി തന്നെ വിദേശത്ത് ഈ മുഹമ്മദ് അലിയെ സംബന്ധിച്ചിടത്തോളം അവിടെ സംരക്ഷണം ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല സാമ്പത്തിക സഹായങ്ങൾ അടക്കം ലഭിച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേശീയ അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഈ ആളുകളെ കേന്ദ്രീകരിച്ച് കൂടിയാണ് പ്രധാനമായും അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഓരോ ഘട്ടത്തിലും ആരെല്ലാമാണ് PFI ഭീകരവാദികൾക്ക് ഒളിത്താവളങ്ങളും സംരക്ഷണവും ഒരുക്കുന്നത്, അവർക്ക് വേണ്ട പണം കൈമാറ്റം ചെയ്യപ്പെടുന്നത്. നേരത്തെ അധ്യാപകന്റെ കൈവെട്ടിയ കേസിൽ അടക്കം പിടിയിലായ സവാദിനെല്ലാം തന്നെ ഇത്തരത്തിൽ പണം എത്തിയിരുന്നു. അവിടെ എത്തുന്ന വളരെ പെട്ടെന്നൊന്നും ആർക്കും എത്തിച്ചേരാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിയാൻ വേണ്ടി പ്രാദേശികമായ സഹായങ്ങളെല്ലാം തന്നെ ലഭിച്ചിരുന്നു. അതിന് സമാനമായ രീതിയിലുള്ള സഹായങ്ങൾ തന്നെയാണ് മുഹമ്മദ് അലിക്കും ലഭിച്ചിരിക്കുന്നത് എന്നും മനസ്സിലാക്കുന്ന സാഹചര്യത്തിലാണ് അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം കൂടി നടക്കുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് മുഹമ്മദ് അലിക്ക് PFIയുടെ ആയുധ പരിശീലകരിൽ പലരുമായും അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഈ ആയുധ പരിശീലകരാണ് ഇത്തരത്തിൽ കൃത്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി, ദേശീയതയ്ക്ക് വേണ്ടി മുന്നിട്ടിറങ്ങുന്ന ആളുകളെ കൊലപ്പെടുത്തുകയടക്കമുള്ള കാര്യങ്ങൾ രാജ്യത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനും 2047 ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള PFIയുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ ചുക്കാൻ പിടിക്കുകയും എല്ലാം ചെയ്തത് ഇത്തരത്തിലുള്ള PFIയുടെ ഗ്രൂപ്പുകളായിരുന്നു. അതിനെ കൃത്യം നടത്തുന്നതിന് ആളുകളെ കണ്ടെത്തുന്നതിന് റിപ്പോർട്ടേഴ്സ് വിങ്ങും ഒപ്പം തന്നെ ആക്റ്റീവ് വിങ്ങും എല്ലാം തന്നെ പ്രത്യേകമായി തന്നെ ഉണ്ടായിരുന്നു. അവരുമായി എല്ലാം തന്നെ മുഹമ്മദ് അലിക്ക് അടുത്ത ബന്ധമാണ്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് അലിയെ സംരക്ഷിക്കുക, പാലക്കാട് ജില്ലാ പ്രസിഡന്റായിരുന്ന മുഹമ്മദ് അലിയെ സംരക്ഷിക്കുക എന്നത് PFI ഭീകരവാദികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവുമായിരുന്നു. അവരുടെ സംരക്ഷിച്ച് മുന്നോട്ട് പോവുക എന്നത്. അങ്ങനെയുള്ള സഹായങ്ങൾ തന്നെയാണ് വിദേശത്തും സംസ്ഥാനത്തും ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇപ്പോൾ ജിജീഷ്, വ്യക്തമാണ് ശ്രീനിവാസൻ വധക്കേസ് പ്രതിക്ക് എങ്ങനെ ഇത്രയും കാലം ഒളിവിൽ കഴിയാൻ സാധിച്ചു എന്നതാണ്. അതിപ്പോൾ ഈ കേസിൽ മാത്രമല്ല, ഇപ്പോൾ പ്രവീൺ നെട്ടാരു വധക്കേസിലെ പ്രധാനപ്പെട്ട പ്രതിയെ അടുത്തിടെയാണ് എറണാകുളത്ത് നിന്ന് ഒരു ഷവർമ കടയിൽ ഷവർമ ഉണ്ടാക്കി കൊടുക്കുന്ന ജോലി ചെയ്യുകയായിരുന്നു. പ്രൊഫസർ TJ ജോസഫിന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയ കേസിലെ പ്രതി എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് അടുത്ത കാലത്ത് പിടിയിലാകുന്നത്. അപ്പോൾ കേരളത്തിൽ ഈ മതതീവ്രവാദികൾക്കൊക്കെ സുരക്ഷിതമായി കഴിയുവാനുള്ള അവസരങ്ങൾ ഇവിടുത്തെ ജിഹാദി ഗ്രൂപ്പുകൾ ഉണ്ടാക്കി കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ സഹായം ചെയ്യുന്നവരിലേക്ക് കൂടി ദേശീയ അന്വേഷണ ഏജൻസി എത്തുന്നു എന്നാണ് ഈ റിപ്പോർട്ടിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്.